ഇപ്പം സുരായേട്ടൻ സജസ്റ്റ് ചെയ്ത സിനിമയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ പറഞ്ഞത് പൊക്കമില്ല, അതുകൊണ്ട് ആ ആക്ടറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പൊക്കമില്ലാന്ന്. ഞാൻ എന്നിട്ട് ആ ആക്ടറിൻ്റെ കൂടെ അഭിനയിച്ച ആളെ നിൽക്കുമ്പോൾ അയാൾക്ക് എൻ്റെ അത്രയും പോലും പൊക്കമില്ല. ഞാൻ മറിയിടാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവർക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിരുന്നിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ സൂര്യ എല്ലാവരും പൊക്കമില്ല പൊക്കമില്ല എന്ന് പറഞ്ഞ് എത്രയോ അപമാനിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ അപമാനമായി കാണുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഡി എൻ എ ഡിഫക്റ്റ് ആണ്. എവിടെ എത്തി നിൽക്കുന്നു? കഴിവിനെയല്ലേ കാണേണ്ടത്. അങ്ങനെ കഴിവെന്ന് പറഞ്ഞ് നോക്കുവാണെങ്കിൽ ഇന്ന് എനിക്കറിയില്ല. പല കാരണങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടാണ് പല സിനിമകളും പോയിട്ടുള്ളത്. അതായിരിക്കാം ചിലപ്പോൾ. ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ അവർക്ക് എൻ്റെ വൈബോ അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ വ്യക്തിപരമായിട്ടും, നമുക്ക് ചിലവർക്ക് ഒരു കാരണമില്ലാതെ ചിലവരൊക്കെ ഇഷ്ടമില്ലാതാകില്ലേ, അങ്ങനെ ചിലവർക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാ ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോയി സോപ്പിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. എത്ര ദിവസം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളോട് നമ്മൾ എൻ്റെ ക്യാരക്ടറിനെ മാറ്റി ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മൊത്തം അയാളുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്യാരക്ടർ മറച്ചു വെച്ചോണ്ട് ഞാനിങ്ങനെയാണ്, എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മതി, എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മതി. ഇപ്പോൾ ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്തു, ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ അപ്പോൾ അവർക്ക് ജഡ്ജ് ചെയ്യുന്ന ഒരാളെ ഇങ്ങനെയാണല്ലേ, എപ്പോഴെങ്കിലും അതിനൊരു മാറ്റം വന്നാലോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു ചെറിയ തെറ്റോ ചെറിയൊരു മിസ്റ്റേക്കോ ഒരു പ്രായത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും. പക്ഷേ നമ്മളത് തെറ്റ് സംഭവിച്ചു നമ്മളത് തിരുത്തി നമ്മൾ വേറെ പാത്തിക്കൂടെ പോയെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഉള്ളിൽ അങ്ങനെ തന്നെയായിരിക്കും. നമ്മളവരെ തിരുത്താനും പോകണ്ട, ഒന്നും പോകണ്ട, നമുക്കറിയാമല്ലോ.